എല്ലാവർക്കും മല്ലൂഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് നരിവേട്ട സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആദിവാസികളുടെ കഥയാണ് നരിവേട്ട പറഞ്ഞു പോകുന്നത്. സുരാജും ടോനോ തോമസുമാണ് നരിവേട്ടയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമ ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സോണി ലീവിൽ നരിവേട്ട സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. സിനിമ എല്ലായിടത്തും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് മാരുവിലിംഗ് ഗോപുരങ്ങൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി മൂവിയായിരുന്നു. നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. വിൻസി, ഇന്ദ്രജിത്ത് തുടങ്ങി ഒരുപാട് പേര് മാരുവിലിംഗ് ഗോപുരത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഇറങ്ങി കുറെ നാളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഈ മാസം ലാസ്റ്റാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് 8 വസന്തിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ഇതൊരു തെലുഗു സിനിമയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് നെറ്റ്ഫ്ലിക്സിലാണ് 8 വസന്തിൽ എന്ന സിനിമയുടെ OTT റിലീസ്. മലയാളത്തിലും സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് ആവറേജ് അഭിപ്രായം മാത്രമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അനശ്വര രാജൻ, ഇന്ദ്രജിത്താണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT റിലീസ് ഇന്നാണ്. ഇന്ന് രാത്രി 12 മണിക്ക് മനോരമ മാക്സിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കൂട്ടം യുവതാരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്. സിനിമ റിലീസായത് 2023 ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ലുക്മാൻ അടക്കം ഒരുപാട് പേര് സിനിമയിലുണ്ട്. ഈ സിനിമ ഇന്ന് രാത്രിയാണ് OTT റിലീസ്. മനോരമ മാക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് കുണ്ടന്നൂരിലെ കുൽസിത ലഹള OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് വിവാദമുണ്ടാക്കിയ സിനിമയാണ് ഫൂട്ടേജ്. ആവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. മഞ്ജു വാര്യരാണ് ഫൂട്ടേജ് സിനിമയിലെ നായിക. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു ഫൂട്ടേജ്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഇപ്പോൾ ആമസോൺ പ്രൈമാണ് ഫൂട്ടേജിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇപ്പോഴാണ് OTT വരുന്നത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലാണ് ഫൂട്ടേജിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നാദർഷ സംവിധാനം ചെയ്ത സിനിമയാണിത്. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ആക്ഷൻ റൊമാൻറ്റിക്കൽ മൂവിയാണിത്. ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ജൂലൈ മാസം 25 മുന്നേ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ് സെറ്റ് ബേബി ആരും തന്നെ കാത്തിരിക്കുന്നില്ല. കാരണം ഒരുപാട് നാളായി ഗെറ്റ് സെറ്റ് ബേബി വരുമെന്ന് മനോരമ മാക്സ് പറഞ്ഞിട്ട്. പക്ഷേ ഇതുവരെ റിലീസാക്കിയിട്ടില്ല. OTT അവകാശം നേരത്തെ തന്നെ വാങ്ങിച്ചതാണ്. നിഖില വിമലും ഉണ്ണിമുകുന്ദനുമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു. തിയേറ്ററിൽ നിന്ന് നല്ലൊരു അഭിപ്രായമാണ് ഗെറ്റ് സെറ്റ് ബേബി നേടിയെടുത്തത്. ഇപ്പോഴിതാ ഈ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജൂലൈ മാസം 20 മുന്നേ ഗെറ്റ് സെറ്റ് ബേബി OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് റോന്ത് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. റോന്ത് സിനിമയുടെ OTT അവകാശം ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ഹോട്ട്സ്റ്റാർ ആണ് റോന്ത് സിനിമ ഒഫീഷ്യലായിട്ട് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. റോഷൻ മാത്യു, ദിലീഷ് പോത്തനാണ് റോന്ത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു ഇത്. പക്ഷേ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വീക്കാണ് റോന്ത് സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡിറ്റക്റ്റീവ് വിജിലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മിന്നൽ മുരളി കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഡിറ്റക്റ്റീവ് വിജിലന്റെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. സാധാരണ ധ്യാൻ സിനിമകൾ ഇത്രയും പെട്ടെന്ന് OTTയിൽ വരാറില്ല. പക്ഷേ ഡിറ്റക്റ്റീവ് വിജിലന് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. നല്ലൊരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ഡിറ്റക്റ്റീവ് വിജിലൻ. ഈ സിനിമയുടെ OTT റിലീസ് ഇന്നാണ്. ഇന്ന് രാത്രി 12 മണിക്ക് നെറ്റ്ഫ്ലിക്സിലാണ് ഡിറ്റക്റ്റീവ് വിജിലന്റെ OTT റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരിക്കുന്നത് ബസൂക്കയ്ക്ക് വേണ്ടി തന്നെയാണ്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും മമ്മൂട്ടിയുടെ ആക്ഷൻ രംഗങ്ങൾ കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മികച്ച അഭിനയമാണ് മമ്മൂട്ടി ബസൂക്കയിൽ കാഴ്ചവെച്ചത്. ബസൂക്കയുടെ OTT അവകാശം C5 ആണ് വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ബസൂക്ക സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്.
റൂമറുകൾ പറയുന്നത് ജൂലൈ മാസം 11-ന് ബസൂക്ക OTT റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ബസൂക്ക ഇന്ന് രാത്രി വന്നേക്കും. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.